കൃഷ്ണ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല, ഇവിടെ പഴയ പോലെ തന്നെ ആകും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടിട്ടും ഒക്കെ ആയിരിക്കും. അച്ഛനിപ്പോൾ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് വെറുതെ ഇരിക്കുന്നത്. ചേച്ചി പോയി കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പൊട്ടിത്തെറിക്കാനാണ് സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ പരമാവധി ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാഡം ഒന്നും പറയില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും ചേച്ചിയുടെ കൂടെ വരട്ടെ, എനിക്ക് ചേച്ചി ഇല്ലാതെ ഇവിടെ എങ്ങനെയാണ് ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോകേണ്ടവരില്ലേ മോളെ, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ, എൻ്റെ മനസ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ശരിയാവുമായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും ജീവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരം വെളുക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ അനിയത്തിയുടെ ഭർത്താവ് വരുന്നുണ്ട്. ഞാനിവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പുനലൂർ SI ആയിട്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. അലീനയുടെ കാര്യത്തിൽ ഒന്നും തീരുമാനം ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും അവൾ ചായ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവളിവിടെ ജോലി മതിയാക്കിയിട്ട് പോവുകയാണ്, വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, പുനലൂർ എന്നുള്ള സ്ഥലത്താണ് പോകുന്നത് പറയുന്നത്. അപ്പോൾ അവിടെയാണ് എനിക്ക് SI ആയിട്ട് പോസ്റ്റ് കിട്ടിയിരിക്കുന്നത്, ഞാനും അങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന വീട്ടിലെ ഓരോ പണികൾ ചെയ്യുമ്പോൾ ബബിതയും കൃഷ്ണയും രോഹിത്തൊക്കെ വന്നിട്ട് ചീത്ത പറയുന്നുണ്ട്. ഇന്ന് പോവുകയല്ലേ, അതുകൊണ്ട് ഇന്ന് ഈ വീട്ടിലെ പണിയൊന്നും ചേച്ചി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചേച്ചി പോയി കഴിഞ്ഞാൽ ഞങ്ങളല്ലേ ഈ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, അതുകൊണ്ട് ഇനി ചേച്ചിയുടെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പോകണം, ഞാൻ പോയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്. അതേറ്റതും രോഹി പറയുന്നുണ്ട്, ആരും ഒന്നും പറഞ്ഞു വിടുമൊന്നും അല്ലല്ലോ, ചേച്ചിക്ക് സ്വയം തോന്നിയിട്ട് പോവുകയല്ലേ, പോകണ്ടെന്ന് തീരുമാനിച്ചാൽ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നു. അലീന കുളി കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ അവിടെ സാരിയും ഓർണമെൻറ്റ്സൊക്കെ ഉണ്ടാക്കും. അതൊക്കെ നോക്കിയിട്ട് അവളിങ്ങനെ കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബ്രിജിത മമ്മിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.